പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും അവൻ ആരാകുന്നു എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നു. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് സമർപ്പിക്കുക. വേഗത്തിൽ വേദപുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം ഏകനാണ്, ദൈവം തൃത്വമാണ്. വേദപുസ്തകം മുഴുവനും ഈ സത്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് 3 ആളത്വമുണ്ട്. ഒന്ന് പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം. ഈ പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. യേശു ക്രിസ്തു ദൈവപുത്രനായി ജനിക്കുന്നതിന് മുമ്പ് വേദപുസ്തക പ്രകാരം നോക്കുമ്പോൾ പിതാവായ ദൈവം അബ്രഹാമിനോട്, നോഹയോട്, രാജാക്കന്മാരോട്, പ്രവാചകന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം മുഖാന്തരം അരുളി ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു ക്രിസ്തു വന്നതിന് ശേഷം തൻ്റെ പുത്രനിലൂടെ അനേകം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ആരാകുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വേദപുസ്തകത്തിനകത്ത് നിന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവപുത്രനിലൂടെ ദൈവിക ആലോചനകളും ദൈവരാജ്യത്തെക്കുറിച്ചും എല്ലാം തിരുവഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യക്തമായി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാനിടയായി. പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കണമെന്നും പരിശുദ്ധാത്മാവുമായിട്ട് എപ്രകാരമായിരിക്കണമെന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കാനിടയായി. നാമും ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണ്. യേശു ക്രിസ്തു നമ്മളെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് നമ്മളെ ആക്കിയിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച് ആഴമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി വർധനവിന് അത് മുഖാന്തരമായി സാധിക്കും. ഇന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ എല്ലാം ഹല്ലേലൂയ, വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു അരുളി ചെയ്യുകയാണ്. നമ്മളോട് കൂടെ വസിക്കുവാനും നിങ്ങളിലും ഇരിക്കുവാനും ചെയ്യുന്നത് കൊണ്ട് അവനെ നിങ്ങൾ അറിയുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആരാണ് അറിയുന്നത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ കൂടെ വസിക്കുവാനും ഇരിക്കുവാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ക്രൈസ്തവ ലോകം അറിയാത്തത് കൊണ്ട് വചനപ്രകാരം ഇപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. എങ്ങനെയാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവിനോട് ചേർന്ന പ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവുമായി എപ്രകാരം ജീവിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ ഈ വീഡിയോ മെസ്സേജിലൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി ആഴമായ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർക്കും. പരിശുദ്ധാത്മാവ് ദൈവിക ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു. എബ്രായർ തിരുവഴുത്തുകളിൽ നമുക്ക് 389 പ്രാവശ്യവും റൂഹ എന്നും, ഗ്രീക്ക് തിരുവഴുത്തുകളിൽ പുതിയ നിയമത്തിൽ 385 പ്രാവശ്യം ന്യൂമ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്ന പദം പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവിക തൃത്വത്തിലെ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ നമുക്ക് കുറച്ച് കാണുവാനായിട്ട് പറ്റുകയില്ല. ദൈവം തൻ്റെ ആത്മാവായിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു. പരിശുദ്ധാത്മാവാം ദൈവത്തിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവാം ദൈവം സർവശക്തനായ ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ്റെ ശക്തി അവർണ്ണനീയമാണ്. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ ശക്തിയെപ്പറ്റി നമുക്ക് കാണുമ്പോൾ സർവശക്തനായ
ദൈവമായി പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. യോബിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു എന്ന് ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു എന്ന് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം നമ്മുടെ ആത്മാവ് ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ്. ഹല്ലേലൂയ, സർവശക്തൻ്റെ ശ്വാസമാണ് നമുക്ക് ജീവനെ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയായ ദൈവമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് സകലത്തെയും അറിയുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവാത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ദൈവാത്മാവ് സകലത്തിനും അറിയുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആഴങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ സകല കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഹല്ലേലൂയ നാം രഹസ്യങ്ങളൊന്നും മറച്ചു വയ്ക്കാതെ, ഹല്ലേലൂയ, രഹസ്യമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ശീലിക്കണം. ഹല്ലേലൂയ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. മൂന്നാമത്, ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. ദൈവത്തിന് ഒരു ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന ദൈവമല്ല. ദൈവം സകല ഇടങ്ങളിലും വ്യാപരിക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് അപ്രകാരം തന്നെയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഹല്ലേലൂയ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് നമുക്ക് ഒരിടത്തും പോകുവാനായിട്ട് സാധ്യമല്ല. അല്ലെങ്കിൽ സ്വർഗത്തിൽ ഹല്ലേലൂയ കയറിയാൽ അവൻ അവിടെ ഉണ്ട്, പാതാളത്തിൽ അല്ലെങ്കിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. കാര്യം വ്യാപിയായിരിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവാം ദൈവം. ഇനി നാലാമത്, പരിശുദ്ധാത്മാവാം ദൈവം നിത്യമാണ്, എറ്റേണലാണ്. അതിൽ പരിശുദ്ധാത്മാവിന് ആദ്യവും അന്ത്യവും ഇല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവഴുത്തുകൾ പറയുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം: നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച് ക്രിസ്തുവിൻ്റെ രക്തം. ഇവിടെ നിത്യ ആത്മാവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിത്യമായ ആത്മാവാണ്. ഹല്ലേലൂയ. ഇവിടെ വേദപുസ്തകത്തിൽ നമ്മളെല്ലാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആളത്വത്തെ നമ്മൾ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധി. ദൈവം വിശുദ്ധനാകുന്നു, അവനിൽ യാതൊരു അശുദ്ധിയുമില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: ദൈവമായ യഹോവ എന്നെ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം അനുസരിച്ച് ദൈവം എന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവമാണ്, അശുദ്ധിയിൽ വാസം ചെയ്യുന്ന ദൈവമല്ല. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നാമും വിശുദ്ധനായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിത്വമായിരിക്കുന്നത് കൊണ്ട് എല്ലാ അവസ്ഥകളിലും നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് നന്നായി സാധിക്കുന്ന ഒരു ആളാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് നല്ല ഒരു മനസ്സുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിന് മനസ്സുണ്ട്. അപ്പോൾ മനസ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് മനസ്സുള്ളതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് മനസ്സുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി കാണുന്നു: എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്തുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനൊരു മനസ്സുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന് മനസ്സ് മാത്രമല്ല, പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് സ്വയമായി ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനുമുള്ള കഴിവുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു: എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവാകുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇച്ഛയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവമാണ്.
ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മോട് സംസാരിക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്ന സമയത്ത് തന്നോട് ചേർന്നിരിക്കുവാനും തന്നോട് സംസാരിക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത്. പക്ഷേ പിശാച് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ച് കളഞ്ഞ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ദൈവം തന്നോട് സംസാരിക്കുവാനായിട്ട് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ആത്മാവിൽ സംസാരിക്കുവാനായിട്ട് സാധിക്കും. എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാം. ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ദർശനത്തിലൂടെ നമ്മോട് സംസാരിക്കും. സ്വപ്നത്തിലൂടെ സംസാരിക്കും. ഓഡിബിൾ വോയിസിലൂടെ നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ആശയവിനിമയം നടത്തുവാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് സംസാരിക്കുന്നത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുക മാത്രമല്ല, അവൻ സ്നേഹിക്കുന്ന ഒരാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നാം ആഴമായി സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആഴമായി സ്നേഹിക്കുവാനായിട്ടുള്ള കൃപയുണ്ട്. നമ്മെ മനസ്സിലാക്കുവാനും നമ്മെ ബലപ്പെടുത്തുവാനും നമ്മുടെ ബലഹീനതകൾ താങ്ങുവാനും നമ്മെ ചേർത്ത് നിർത്തുവാനും ഉള്ള കൃപ ഉള്ള വ്യക്തിയാണ്, സ്നേഹമുള്ള വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. റോമർക്കെഴുതിയ ലേഖനം 32-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി കാണുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും അവൻ്റെ ആത്മാവിൻ്റെയും സ്നേഹത്തെയും ഓർപ്പിപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു എന്ന് ഒരു തിരുവെഴുത്ത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്തെ ഓർപ്പിച്ച്, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു സ്നേഹമുണ്ട് എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവിന് സ്നേഹമുണ്ട്. മനുഷ്യൻ്റെ കാര്യങ്ങളെ, ബലഹീനതകളെ താങ്ങുവാനും നമ്മെ നന്നായി മനസ്സിലാക്കാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത, പരിശുദ്ധാത്മാവ് മധ്യസ്ഥനാകുന്നു. നമുക്ക് വേറെ ഒരു മധ്യസ്ഥനായ വ്യക്തിയില്ല. നമുക്കും ദൈവത്തിനും മധ്യത്തിൽ വേറെ ഒരു വ്യക്തിക്ക് നിന്ന് മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല. മരിച്ചു പോയതോ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള വ്യക്തിക്ക് പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മധ്യസ്ഥം നടത്തുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവല്ലാതെ വേറൊരു മധ്യസ്ഥൻ വേദപുസ്തകത്തിനകത്ത് കാണുന്നില്ല. അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഇവിടെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയും നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഏക മധ്യസ്ഥനാണ്. പരിശുദ്ധാത്മാവാം ദൈവം ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുവാനും മധ്യസ്ഥ ചെയ്യുവാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇനി പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വേദപുസ്തകത്തിനകത്ത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാരണം പല ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേദനിച്ചതും ദുഃഖിപ്പിക്കപ്പെട്ടതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിരിക്കുന്നത് പോലെ വളരെ സെൻസിറ്റീവായ ഒരു പേഴ്സൺ കൂടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനോട് കള്ളം പറയാൻ പാടില്ല. എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് സെൻസിറ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ എപ്രകാരമാണ് ക്ഷിപ്ര സംവേദിയാകുന്നതെന്ന് നമുക്ക് നോക്കാം ചില കാര്യങ്ങൾ. ഒന്നാമത്, പരിശുദ്ധാത്മാവിനോട് നാം കള്ളം പറയുവാനായി പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനോട് കള്ളം പറയരുതെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാമത്തെ വാക്യം, അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്ത് വെച്ച്
സാത്താൻ നിൻ്റെ ഹൃദയത്തിൽ കൈവശമാക്കിയത് എന്ത് എന്ന് അവൾ വായിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ അനന്യാസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് അല്ലെങ്കിൽ കള്ളം പറയുന്നത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നാം എന്ത് ചെയ്യാൻ പാടില്ല? കള്ളം പറയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അകൃത്യമുണ്ട്, പാപമുണ്ട്, ലംഘനമുണ്ട് എങ്കിൽ കർത്താവിനോട്, കർത്താവ് ഞാൻ ഇതിൻ്റെ വിശുദ്ധനായ വ്യക്തിയാണ്, എന്നെപ്പോലെ വേറെ ആരും ഇങ്ങനെ മറ്റുള്ളവർ പാപം ചെയ്യുന്നു, ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ പാപമുണ്ട് എന്നും അകൃത്യമുണ്ടെങ്കിൽ അകൃത്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വരെ അത് ഏറ്റുപറയുവാനും കള്ളം പറയാതെ ജീവിക്കുവാൻ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാതെ ജീവിപ്പാനായിട്ട് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവിനോട് നാം മറുത്തു നിൽക്കുവാനായിട്ട് പാടില്ല. ഒന്ന്, ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കും ദൈവത്തിൻ്റെ ആത്മാവിന് വിരോധമായി നാം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ കൂടാ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യത്തിൽ ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അപ്പോൾ ഇവിടെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുകയാണ്, പരിശുദ്ധാത്മാവിനോട് ശാഠ്യം കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ വിശ്വസിക്കാതെ അതിനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അതിനോട് നാം മറുത്തു നിൽക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ നാം കെടുത്തരുത്. പരിശുദ്ധാത്മാവിനെയും അവൻ്റെ പ്രവൃത്തികളെയും കെടുത്തി അങ്ങനെ ചെയ്താൽ അവൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകുവാനായിട്ട് പറ്റുകയില്ല. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യരുത്? കെടുത്തരുതെന്ന് പറയുന്നു, കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ജീവിതത്തിൽ കെടുത്തിയാൽ നിങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകി വരുവാനായിട്ട് പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ ഇടയാകരുത്. അഥവാ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ക്ഷമ ചോദിക്കുക. കർത്താവിൻ്റെ ആത്മാവെ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ എന്നോട് ക്ഷമിക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായി പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തെ പണിയുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് നല്ല സ്നേഹിതനാണ്. നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ അപമാനിക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പാപത്തിലൂടെ തിരിഞ്ഞു പോകുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്, ഇല്ലെങ്കിൽ അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ഒരിക്കൽ സ്വർഗീയ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനത്തെയും വരുവാനുള്ള ലോകത്തെയും ശക്തിയെയും ആസ്വദിക്കുകയും ചെയ്യുന്നവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അപമാനിക്കാതെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം കൊടുത്ത് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇടയാക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയരുത്. ഹല്ലേലൂയ. ആത്മാവിനോട് ദൂഷണം വേദപുസ്തക പ്രകാരം അത് ക്ഷമിക്കുന്നതല്ല എന്ന് വേദപുസ്തകം പറയുന്നു. അനാവശ്യമായ സംസാരം കൊണ്ട് അനാവശ്യമായ പ്രവർത്തനങ്ങൾ, വാക്കുകൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം വളരെയധികമായി നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും കുടുംബത്തിലെല്ലാം വളരെയധികമായ തിക്ത അനുഭവങ്ങൾ കൊണ്ടുവരാനിടയാകും. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യം പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ദൈവം ക്ഷമിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്യാൻ പാടില്ല? നാം ദൂഷണം പറയരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനമായി ദൈവത്തിൻ്റെ ആത്മാവിനെ കോപിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ കോപിക്കുന്ന തരത്തിലുള്ള അനുസരണക്കേടുകൾ നമ്മളിൽ നിന്നും ഉണ്ടാകരുതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ അവർ മത്സരിച്ചു അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട്
അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിനെ കോപിപ്പിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കോപിക്കാതെ, അവനെ കോപിപ്പിക്കാതെ നമ്മുടെ ജീവിതം വിശുദ്ധമായി ജീവിച്ച് ദൈവത്തിൻ്റെ ശബ്ദത്തെ കേട്ട് അനുസരണയുള്ള ഒരു വ്യക്തിയായി ജീവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നല്ല സ്നേഹിതനാണ്. പരിശുദ്ധാത്മാവിനെ പോലെ നിന്നെ സ്നേഹിക്കുവാൻ വേറെ ആർക്കും പറ്റുകയില്ല. ഈ വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിന് നിൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതം മാറും. നിൻ്റെ ജീവിതം അത്ഭുതങ്ങളുടെ ജീവിതമായി മാറും. പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ശക്തീകരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കട്ടെ, അവരും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ഒരു സ്നേഹിതനായി നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുക. അവൻ നിങ്ങളെ പണിയും രൂപാന്തരപ്പെടുത്തുന്നു. ഗോഡ് ബ്ലസ് യു.